നമസ്കാരം. വഖഫ് ബോർഡുകളുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ മോദി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി ബില്ലിനെതിരെ നോട്ടീസ് നൽകിയ മുസ്ലിം ലീഗ് ബില്ലിനെ എതിർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതായത് മുസ്ലിം ലീഗ് മൊത്തത്തിൽ ആ ബില്ലിനെ എതിർക്കുന്ന കാഴ്ചയാണ് നമ്മൾ പാർലമെന്റിൽ കണ്ടത്. ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ലീഗിന്റെ എംപിയെ കാണാനില്ല. അവസാനം ജോൺ ബ്രിട്ടാസ് വന്നാണ് ബില്ലിനെ എതിർത്ത് രണ്ട് വാചകമെങ്കിലും പറഞ്ഞത്. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണച്ച് വിവിധ മുസ്ലിം സംഘടനകൾ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. 70 വർഷമായി വഖഫ് ബോർഡിൽ അഴിമതി നടക്കുകയാണ്. വഖഫ് സമ്പ്രദായം പരിഷ്കരിക്കാനും ഭാവിയിൽ ദുരുപയോഗം തടയാനുമാണ് ബില്ല് ലക്ഷ്യമിടുന്നതെന്ന് സുഫി ഇസ്ലാമിക് ബോർഡ് ദേശീയ പ്രസിഡന്റ് മൻസൂർ ഖാൻ വ്യക്തമാക്കി. ബിൽ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വഖഫ് ബോർഡ് ന്യൂനപക്ഷ മന്ത്രാലയത്തിൽ നിന്നും മാറ്റി ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ കൊണ്ടുവരണമെന്നാണ് ഒരു അപേക്ഷ ആയിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ കൊണ്ടുവരുന്നത് വഴി അനധികൃതമായി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനും അതോടൊപ്പം തന്നെ എന്തെങ്കിലും ദുരുപയോഗം നടന്നാൽ ആഭ്യന്തര മന്ത്രാലയത്തിന് നേരിട്ട് ഇടപെടാനും നേരിട്ട് കേസുകൾ എടുക്കാനും നേരിട്ട് നടപടികൾ എടുക്കാനും ഫയൽ ചെയ്യാനും പ്രോസിക്യൂട്ട് ചെയ്യാനും കഴിയുമെന്നാണ് ഈ ബില്ലോടുകൂടി അവർ വ്യക്തമാക്കുന്നത്. ഇപ്പോഴത്തെ ഈ ബില്ല് ന്യൂനപക്ഷത്തിൽ നിന്ന് മാറ്റി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നാൽ പ്രയോജനമാകും എന്നാണ് അവർ പറയുന്നത്. കാര്യങ്ങൾ മുമ്പത്തേക്കാൾ മെച്ചപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ക്രിമിനൽ പ്രതിച്ഛായ ഉള്ള ഒരു വ്യക്തിയെ അംഗമാക്കുന്നത് സ്ഥാനത്തിന് ദുരുപയോഗത്തിന് തുല്യമാണ്. ഭാരതത്തിൽ എല്ലാ വഖഫ് ബോർഡുകളുടെയും ചെയർമാനും ഉദ്യോഗസ്ഥരും അംഗങ്ങളും ഭൂമാഫിയയുമായി ചേർന്ന് വഖഫ് സ്വത്ത് അപഹരിക്കുകയാണെന്ന് വ്യക്തമാണ്. അതിന് തടയിടാൻ കൂടിയാണ് ഈ ബില്ല് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് തന്നെയാണ് വിവിധ മുസ്ലിം സംഘടനകൾ തന്നെ വ്യക്തമാക്കുന്നത്. ബില്ലിൽ ലക്ഷ്യമിടുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, മതപരമോ ജീവകാരുണ്യമോ സ്വകാര്യമോ ആയ ആവശ്യങ്ങൾക്കായി മുസ്ലിമുകൾ നൽകുന്ന വ്യക്തിഗത സ്വത്താണ് വഖഫ്. വസ്തുവിന്റെ ഗുണഭോക്താക്കൾ വ്യത്യസ്തരാകണമെങ്കിൽ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെതാണെന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു വസ്തുവിനെ വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം എന്നേക്കുമായി മാറുന്നു. ഇത് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ വഖഫ് സ്വത്തുകൾ നിയന്ത്രിക്കുന്നത് 1995 വഖഫ് നിയമമാണ്. ഒരു വഖഫ് സ്വത്ത് നിയന്ത്രിക്കുന്നത് ഒരു സൂപ്പർവൈസറായി പ്രവർത്തിക്കുന്ന ഒരു മത പണ്ഡിതനാണ്, അല്ലെങ്കിൽ ഒരു മത പരിപാലൻ എന്നും ഇതിൽ പറയുന്നുണ്ട്. 1882 ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരം ട്രസ്റ്റുകൾക്ക് കീഴിലുള്ള സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നുവോ അതിന് സമാനമായ രീതിയിലായിരിക്കണം വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത്. വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് ഏത് തർക്കവും വഖഫ് ട്രിബ്യൂണൽ തീരുമാനിക്കുമെന്നാണ് നിയമത്തിൽ പറയുന്നത്. ട്രിബ്യൂണൽ രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അതിൽ 3 അംഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഒരു ജില്ലാ സെക്ഷൻസ് അല്ലെങ്കിൽ സിവിൽ ജഡ്ജ്, ക്ലാസ് 1 റാങ്കിൽ കുറയാത്ത അല്ലെങ്കിൽ സംസ്ഥാന ജുഡീഷ്യൽ ഓഫീസറായ ചെയർപേഴ്സൺ, സംസ്ഥാന സിവിൽ സർവീസിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ, കൂടാതെ മുസ്ലിം നിയമത്തിലും നിയമശാസ്ത്രത്തിലും അറിവുള്ള വ്യക്തിയും ട്രിബ്യൂണലിൽ ഉൾപ്പെടുന്നു. ഇങ്ങനെയാണ് ഈ വഖഫ് ബോർഡിന്റെ നിയമങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിവിധ പാർലമെന്റിൽ തന്നെ മുസ്ലിം ലീഗ് എംപിമാർ ഇതിനെ എതിർത്തെങ്കിലും വിവിധ മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ ഇതിനെ നല്ല രീതിയിലാണ് ഈ കേന്ദ്ര സർക്കാർ ഈ ബില്ല് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ തന്നെ ഒരു ഷേക്കന് കൊടുക്കുന്ന രീതിയിൽ, അതായത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ല് ഏത് രീതിയിലും ഗുണകരമാണ് എന്ന് തന്നെയാണ് മുസ്ലിം സംഘടനകൾ പറയുന്നത്.